everyone, this is Trigonometry very important video. 5 mark നിങ്ങൾ എക്സാമിന് ഉറപ്പായി തരുന്ന വീഡിയോ ആണ്. വെറും 10 മിനിറ്റ് ഉള്ളൂ. 5 മാർക്ക് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ ഫുൾ വീഡിയോ കാണുന്ന തീരുമാനിക്കുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇനിയും ട്രിഗ്നോമെട്രി വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ 45 45 90 45 45 90 എന്ന് പറയുമ്പോൾ 1:1 തലയിൽ വരണം. 1:1 തലയിൽ വരണം. നമ്മൾ എന്ത് ചെയ്യും? ഈ കോൺസെപ്റ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് മറിച്ചും ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി ഞാൻ എന്താ 4 സാമ്പിൾ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ആൻസർ ദീസ്. ഇത് ഫുൾ റാപ്പിഡ് ഫയർ നമ്മൾ ചെയ്തിട്ട് ഫുൾ പഠിക്കാൻ പോവാണ്. ഇവിടെ നമുക്കറിയാം ഒരു ആംഗിൾ 45 തന്നു, മറ്റേത് 90. മൂന്നാമത്തെ ആംഗിൾ എന്താണ്? 45 90 പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് 45 തന്നെയായിരിക്കും. ഓക്കെ, കാരണം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 180 വരണം. അത് 45 ആണ്. അപ്പോൾ നമുക്കത് ഉറപ്പായി. ഇനി എഴുതിയില്ലെങ്കിൽ നമുക്കറിയാം. ഇനി നമുക്കറിയുന്ന കാര്യം എന്താണ്? 45ൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കേ. നമുക്കറിയുന്ന റേഷ്യോ എന്താണ്? 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി. ഓക്കെ, ഇതാണ് നമ്മുടെ ആംഗിൾസ്. ആ റേഷ്യോ എന്താണ്? ആ റേഷ്യോ ഇതിൻ്റെ ഓപ്പോസിറ്റ് 1ഉം ഇതിൻ്റെ ഓപ്പോസിറ്റ് 1ഉം ഇതിൻ്റെ ഓപ്പോസിറ്റ് √2. പക്ഷേ നമ്മൾ നോക്കുക, ഇവിടെ 45ൻ്റെ ഓപ്പോസിറ്റ് എവിടെ ആംഗിൾ തന്നത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 3. 45ൻ്റെ ഓപ്പോസിറ്റ് 3. എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിളാണ്. ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 3 നിങ്ങൾ നോക്കിക്കേ. 1:1 ഈ രണ്ട് നമ്പർ സെയിം അല്ലേ? അപ്പോൾ ഒരു വ്യത്യാസമില്ല. ഇവിടെ ഏത് നമ്പർ വരുന്നു അതും ഇവിടെ വരുന്നതാണ് പറയുന്നത് 1:1. അപ്പോൾ 1ഉം 1ഉം ആണെങ്കിൽ 3ഉം 3ഉം. വെരി ഗുഡ്, 3ഉം 3ഉം. ഓക്കെ, ഇനി നോക്കിക്കേ. 1ഉം 1ഉം ശരിക്കും പറഞ്ഞാൽ 1√2 ഈ സെയിം. ഈ √2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1√2. ചക്ക എന്ന് പറയുന്ന പോലെ ഒരു ചക്ക അത്രേ ഉള്ളൂ. അപ്പോൾ 1 1 ഒരു ചക്ക അത്രേ ഉള്ളൂ. അതേപോലെ 3 3 -√2 3√2. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കാം. നമുക്ക് ആലോചിക്കാം 1നെ എങ്ങനെയാണ് 1 ആക്കിയത്? മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട്. ഒന്നുമില്ല, സെയിം ഒന്നും ചെയ്യില്ല. 1 1നെ എങ്ങനെയാണ് √2 ആക്കിയത്? നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇയാളെ √2 വെച്ചിട്ട് ഗുണിച്ചു അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × √2 ആണ് 1√2. അതേപോലെ 3 × √3 ആണ് √2 ആണ് √2 ആണ് 3√2. സിമ്പിളാണല്ലോ, സെറ്റാണല്ലോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെയും സെയിം റേഷ്യോ 45 45 90 തന്നില്ലെങ്കിൽ നമുക്ക് വിഷയമല്ല. നമുക്കറിയാം ഇവിടെ 45 ആണെന്ന്. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് 4. വളരെ സിമ്പിൾ ഡയഗ്രാം. സി 45ഉം 45 ഓപ്പോസിറ്റ്. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 ആണ്. ഇതൊരു ഐസോസ്ലിസ് അഥവാ സമപാർശ്വ ത്രികോണമാണ്. ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയാൽ 1:1 പകരം നമ്മൾ 4:4 എന്ന് എഴുതുന്നു. ഇനി 90ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 90ൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും √2 വരും അല്ലേ? 4ഉം 4ഉം 4√2. വെരി ഗുഡ്, 4√2 സെൻറ്റിമീറ്റർ. 4√2 സെൻറ്റിമീറ്റർ. ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് ഇതാണ്. നിങ്ങൾ ഇപ്പം തന്നെ ഇവിടെ വരെ എത്തിയെന്ന് ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ √2 എത്രയാണ് ഏകദേശം എന്നുള്ള നമ്പർ കമൻസിൽ ഇടുക. √3 എത്രയാണെന്ന് കമൻസിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മറക്കരുത്. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണം. താഴത്തെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ കേട്ടോ. 45 45 90 അത് നമുക്ക് മനസ്സിലായി ഇവിടെ 45 ആണെന്ന്. പക്ഷെ എന്താണ്? 1:1 ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളെ തന്നത്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളെ √2 തന്നു. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 90ക്ക് ഓപ്പോസിറ്റ് 7√2 അല്ലേ? പക്ഷേ നമ്മളിപ്പം ഒരു പാറ്റേൺ മനസ്സിലാക്കണം. 4 4 4√2 90ക്ക് ഓപ്പോസിറ്റ് 4√2. 3 3 3√2 90ക്ക് ഓപ്പോസിറ്റ് 3√2. അപ്പം ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ √2 ഒഴിവാക്കുക, അല്ലെങ്കിൽ divide ചെയ്യുക. ഇവിടുന്ന് √2 ഡിവൈഡ് ചെയ്യുമ്പോൾ വെട്ടിപ്പോയി. ഇപ്പം ബാക്കിയുള്ള നമ്പർ മാത്രം. അതേപോലെ 1 1 1√2 7 7 7√2. സിമ്പിൾ. 7 7 7√2 കിട്ടി. അപ്പോൾ ഇവിടെ 7 ഇവിടെ 7 ഇവിടെ 7√2. ഓക്കെ, ഹാപ്പി ഹാപ്പി ഹാപ്പി. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്ത് കമൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കൂടി ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഉറപ്പായി സെറ്റായി. 45 45 ആൻഡ് 90. ഓക്കെ, 90. ഇനി നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1:1 1:1 ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൾ ആരാണ്? നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ചേട്ടനെ തന്നു. ഓക്കെ, അയാൾ ആരാണ്? 1 സെൻറ്റിമീറ്റർ. 90ക്ക് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ. പക്ഷേ ഇവിടെയുള്ള ആരെയാണ് കണ്ടുപിടിക്കാം? ഒന്ന് ആലോചിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 1. അപ്പം നമ്മൾ നേരത്തെ നോക്കുമ്പോൾ സാർ ഇവിടെ ഒരു √2 ഉണ്ടായിരുന്നു, അയാൾ ഒഴിവാക്കിയാണ്. അവിടെ √2 ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകണേ √2 അല്ലേ? 1 × ആണ്. അതേപോലെ നോക്കിയാൽ 4 × ആണ്. ഓക്കെ, പക്ഷേ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഈ 7√2 കളയണേ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരിക? ഡിവൈഡഡ് ബൈ √2 അല്ലെങ്കിൽ √2 ഡിവൈഡ് ബൈ √2 1 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ √2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1/√2. കുഴപ്പമില്ല, ഇത് എൻ്റെ സെയിം നമ്പർ 1/√2.
1/√2 1/√2 എഴുതിയാൽ തെറ്റില്ല, പക്ഷെ മാർക്ക് കിട്ടൂല. മാർക്ക് കിട്ടണേ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച മക്കളെ, റൂട്ട് നമ്പർ താഴെ വരാൻ പാടില്ല. മാത്തമാറ്റിക്സിൽ എനിക്കും നിങ്ങളുടെ മാത്സ് ടീച്ചറിനും എക്സാം ഉണ്ടാക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല റൂട്ട് നമ്പർ താഴെ വരുന്നത്. അപ്പോൾ 1/√2 ശരിയാ, 1/√2 അതിനോട് റൂട്ട് മൾട്ടിപ്ലൈ 1 കിട്ടി. പക്ഷേ ഈ റൂട്ട് നമ്പർ നമുക്ക് ആർക്കും താഴെ എഴുതാൻ ഇഷ്ടമല്ല. അത് ശരിയല്ല. ഓക്കെ, തെറ്റില്ല, ശരിയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വില്ലനെ ഒഴിവാക്കാൻ വേണ്ടി മുകളിലും താഴെയും സെയിം ആ വില്ലനെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി, √2 മുകളിൽ വന്നു, താഴെ എന്താ √2 മൾട്ടിപ്ലൈ ചെയ്താൽ 2. ഇതാണ് ശരിക്കും ആൻസർ. താഴെ വില്ലൻ പോയില്ലേ, താഴെ റൂട്ട് ഉണ്ടോ, ഇല്ല, ആൻസർ കിട്ടി. ഇതാണ് നമ്മൾ ശരിക്കും എഴുതേണ്ടത്, √2/2. ഇതെന്താണ്, √2/2. അവിടെയാണ് A+ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഇരിക്കുന്നത്. ഓക്കെ, അതും കിട്ടിയല്ലോ. ഇത് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ റാപ്പിഡ് ഫയറിൽ നമ്മൾ ഈ ടൈപ്പ് റേഷ്യോ കഴിഞ്ഞു. അടുത്ത റേഷ്യോ നമുക്ക് ചെയ്യാം. വേഗം. ഈ ക്ലാസ് ഇഷ്ടമാണ്, അൻസാറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, മാത്സ് അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഇനി വീഡിയോസ് ഞാൻ ഇടാം. 30, 60, 90 എല്ലാം കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും ഉറപ്പായി. 1:√3:2. ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക, 30ക്ക് ഓപ്പോസിറ്റ് എന്താണോ, മണ്ണോ ചക്കയോ മാങ്ങയോ തേങ്ങ ആയിക്കോട്ടെ, അതിൻ്റെ ഡബിളാണ്, അതിൻ്റെ ഇരട്ടിയാണ് 90ക്ക് ഓപ്പോസിറ്റ് ഉണ്ടാവുക. അപ്പം ചക്ക മാങ്ങ തേങ്ങ എങ്കിൽ ഡബിൾ ചക്ക, ഡബിൾ മാങ്ങ, ഡബിൾ തേങ്ങ. ഓക്കെ, ഡബിൾ ആയിരിക്കും. എന്താണ് ഡബിൾ? 1/√3:2. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, ഞാൻ അടിപൊളി കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം √2 എന്താണുള്ളത് വാല്യൂസ്. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഇത് 60 ആണെന്ന് ഉറപ്പാണ്. 60, 90, 30. അപ്പോൾ ഞാൻ എഴുതാണ് 30, 60, 90. എന്താ റേഷ്യോ? 1:√3:2. ഇങ്ങനെ തന്നെ ആൻസർ ചെയ്ത് പഠിക്കുക, ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. കുറേ ആൾക്കാർക്ക് തെറ്റുന്ന എന്താണ്, 1 2 3 അല്ലേ സാർ, ആ ഓർഡറിൽ 1 2 3 അല്ലല്ലേ, 1:√2 അല്ല, √3:2 സാധാരണ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് 3 വന്നു. 30ക്ക് ഓപ്പോസിറ്റ് 3 വന്നു. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് എന്താണ് വരിക മക്കളെ? വളരെ സിമ്പിൾ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ലൈൻ കണ്ടോ, ഈ ലൈനിൽ 1 മാറിയിട്ട് എന്തായി, 1 മാറിയിട്ട് 3 ആയി. അതെന്താണ്, 3 ഗുണിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ റേഷ്യോ 3 ഇരട്ടി വലുതാക്കിയാൽ ശരി. 1 3 ആയത്, 3 മൾട്ടിപ്ലൈ ചെയ്തു. √3 എങ്ങനെ മാറുക, ഇത് √3 കൊണ്ട് മാറ്റി. അപ്പോൾ എന്ത് ചെയ്തു, 3√3 കിട്ടി. ഓക്കെ, താഴത്തെ ലൈനിലേക്ക് പറഞ്ഞാൽ എല്ലാം 3 കൊണ്ട് മതി. 2 × 3 എത്രയാ, 6. അപ്പോൾ നമുക്ക് 3 ഇവിടെ എന്ത് വരും, 60ക്ക് ഓപ്പോസിറ്റ് 3√3 വരും. 90ക്ക് ഓപ്പോസിറ്റ് എപ്പോഴും 90ക്ക് ഓപ്പോസിറ്റ് പറഞ്ഞാൽ 30ൻ്റെ ഡബിൾ. 30ൽ 3 ആണെങ്കിൽ 90ൽ എന്താണ് 6. കഴിഞ്ഞു, അത് കഴിഞ്ഞു. സിമ്പിൾ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നോക്കിയേ, വീണ്ടും 30, 60, 90. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും ചെറിയ സൈഡ് ആയിരിക്കും. ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ 30ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നോക്കിയാൽ 30, 60, 90, 1√3, 2. 30ൻ്റെ ഓപ്പോസിറ്റ് 4 ആണ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ 4. ഇനി ഈ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട വേറെ ട്രിക്ക് ഉപയോഗിക്കാം. 1 എങ്ങനെയാണ് √3 ചെയ്ത്, 1 × √3. അപ്പോൾ 4 × √3, 4√3. ഇനി നമുക്കറിയാം 13ൻ്റെ ഡബിളാണ്, 13ൻ്റെ ഓപ്പോസിറ്റ് ഡബിളാണ് 90. അപ്പോൾ 4ൻ്റെ ഡബിളാണ് 8. അപ്പോൾ 4√3, 90ക്ക് ഓപ്പോസിറ്റ് 8 സെൻറ്റിമീറ്റർ കിട്ടി. സിമ്പിൾ. 13ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് 90ൻ്റെ ഓപ്പോസിറ്റിൻ്റെ ആകുമ്പോൾ ഡബിൾ ആക്കണം. 13ൻ്റെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 90ൻ്റെ ഓപ്പോസിറ്റ് ഡബിൾ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കുക, ഇവിടെ ശ്രദ്ധിച്ച വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 60 ഉണ്ട്, അപ്പോൾ ഇവിടെ എന്താണ് 30 ആണ്. 30, 60, 90. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്. ശ്രദ്ധിക്കുക, 60ക്ക് ഓപ്പോസിറ്റ് 5. അപ്പോൾ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളൊന്നല്ല, ശ്രദ്ധിക്കണം. ഓക്കെ, 1√3:2. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് 60ക്ക് ഓപ്പോസിറ്റ് 5 തന്നു, ബാക്കി രണ്ടും അറിയില്ല. ഓക്കെ, എന്ത് ചെയ്യും? വളരെ സിമ്പിൾ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 1 എങ്ങനെയാണ് √3 ആയത്, നമ്മൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈഡ് ബൈ √3, ഗുണിക്കുന്നു √3. തിരിച്ചിങ്ങോട്ടാണ് ഡിവിഷൻ. അപ്പം ഇയാൾ ഇങ്ങോട്ടേക്ക് ആക്കണം, നമ്മൾ ഡിവൈഡ് ചെയ്യണം. √3 വെച്ചിട്ട് ഹരിക്കണം. അപ്പോൾ എന്ത് കിട്ടി എനിക്ക്, 5/√3. 5/√3. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, തൽക്കാലം 30ക്ക് ഓപ്പോസിറ്റ് ഞാൻ പറയുന്നത് 5/√3. താഴെ ഇറാഷണൽ നമ്പർ വരരുത്, കുഴപ്പമില്ല. ഇനി അത് മാറിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ശ്രമിക്കുക, ഇത് ഇങ്ങോട്ടേക്ക് 1 ഇങ്ങനെ 2 ആയത് ഡബിൾ. 13ന് ഓപ്പോസിറ്റ് ഉള്ളത് 90ന് ഓപ്പോസിറ്റ് പകുതിയാണ്. അപ്പോൾ ഇത് ഡബിൾ ചെയ്യണം. അപ്പോൾ 5/√3 മാറി 10/√3. ഓക്കെ, ഇത് 10/√3. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്. മുകളിൽ എന്താണ് √3 മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ആൻസർ കറക്റ്റ് രീതിയിൽ എങ്ങനെ എഴുതുക, 5/√3, 5 10/√3 ശരിയല്ല. അത് മാറ്റിയിട്ട് നിങ്ങൾ കറക്റ്റ് രീതി കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ അവിടെ ഒരു സ്റ്റാർ ഇട്ട് തരാം. ഇത് നിങ്ങൾ കറക്റ്റ് രീതിയിൽ കമൻറ്റ് ചെയ്യുക.
ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ വന്നത് എന്താണ്? 90ക്ക് ഓപ്പോസിറ്റ്. ഇവിടെ 60, അപ്പം 30, 60 ആൻഡ് 90. ഓക്കെ, നോക്കിയേ 1√3 2. ഞാൻ സിമ്പിൾ ട്രിക്ക് പറയാം. സിമ്പിൾ ട്രിക്കാണ്. ഓക്കെ, 90ക്ക് ഓപ്പോസിറ്റ് ആണ് തന്നത്, 8 ആണ്. അതിൻ്റെ പകുതിയായിരിക്കും 30ക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ എന്താണ്? 4. അപ്പോൾ ഇവിടെ 8. 60ക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ 1ൻ്റെ കൂടെ 3√3 ഇട്ട് കൊടുത്ത പോലെ 4ൻ്റെ കൂടെ 4√3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയുള്ള മക്കളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിക്കും ഈ ക്വസ്റ്റ്യൻസും ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരും അറിയട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതും കമൻറ്റ് ചെയ്യണം. അതേപോലെ √2ഉം √3ൻ്റെ വാല്യൂവും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം.